ഇത് മാസ് മോട്ടോഴ്സിലാണ്. ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞാണ് വർക്ക് പറഞ്ഞ് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാറണം. പിന്നെ പ്രൊട്ടക്ട് മഫ്ലർ ബോൾട്ട് പറഞ്ഞ് ഒടിഞ്ഞു വേണ്ട, അപ്പോൾ അതൊന്ന് പിടിപ്പിക്കണം. ഹോൺ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ട്, അതൊന്ന് മാറ്റണം. ബസർ ഇൻഡിക്കേറ്റർ ബസർ അഴിച്ച് മാറ്റണം. ആക്സിലേറ്ററിൻ്റെ പ്ലേ കുറച്ച് കുറയ്ക്കണേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ഇടയ്ക്ക് ഒരു ചാട്ടം പോലെയൊക്കെ കാണിക്കണേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഓടിച്ച് നോക്കുമ്പോൾ അങ്ങനെ മേജർ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. ഫ്രണ്ടിലത്തെ ബുഷ് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഷേക്ക് കാണിക്കുന്നുണ്ട്, അല്ലാണ്ട് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണില്ല. ഞാൻ അതിൻ്റെ ബാക്കിലത്തെ ബാക്ക് വീൽ അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ലൈൻഡർ ഓടിക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് നമുക്ക് കിടക്കണേ. നമുക്ക് ഈ സർവീസും കൂടി നമുക്ക് ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ചെറിയ ടൈറ്റുണ്ട്, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ്, അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ഗിയർ ബോക്സിനകത്ത് 120 മില്ലി ഓയിൽ വരുന്നുണ്ട്. ആ ഓയിലിൻ്റെ ലെവലും നോക്കി ഓയിലൊക്കെ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഓയിലിൻ്റെ ഭാഗത്തുമില്ല കേട്ടോ. ബാക്കിലത്തെ ഹബ്ബും ടയർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹബ്ബിന് വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഇല്ല, പക്ഷേ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണ് കേട്ടോ. ടയർ അതിൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ലൈൻ അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണ്, അത് മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും ഇല്ല, മാഞ്ഞേക്കാണ്. അപ്പോൾ അതൊരു ടയർ മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി മാറ്റാനായിട്ട് ഉദ്ദേശിക്കേണ്ട കൂട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് MRP തന്നെ നമുക്ക് സാപ്പർ മോഡലുള്ള ടയർ ചൂസ് ചെയ്യാം, അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ കിടക്കണേ. അത്യാവശ്യം പൊടി പടലങ്ങളുള്ള വഴിക്കാണ് വണ്ടി ഓട്ടം കൂടുതൽ, കാരണം കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കയറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസിൽ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ ഗ്രീസിങ്ങിനായിട്ട് അയച്ചിട്ടുണ്ട്. കൂട്ടത്തിക്കൂടെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനെ കിടക്കണം. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ ഓരോന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയ പൊട്ടലുകൾ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, നമുക്കത് കൈയോടെ മാറ്റി പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ ഈ സൈഡൊക്കെ പൊട്ടലിച്ചിരി കൂടുതലാണ്. അപ്പോൾ അടുത്ത സർവീസ് വരെ ചിലപ്പോൾ കിടന്ന് ഓടിയെന്ന് വരില്ല. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ ബെൽറ്റ് അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കി, ബെൻഡെക്സൊക്കെ വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ച് യൂണിറ്റും വർക്കിംഗ് ഓക്കെയാണ്. ക്ലച്ചിൽ നമുക്ക് ആ ബെൽറ്റ് മാത്രമാണ് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുള്ളൂ, ബാക്കിയതൊക്കെ നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തും ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട്. ഈ സൈഡ് ചെറിയൊരു ഓയിൽ ലീക്ക് കാണുന്നു. ആ ഹെഡ് കവർ ഗ്യാസ്കറ്റ് അതിൻ്റെ മണ്ടോറും മാറ്റിയിടാം. അതിലേക്ക് ഉള്ളിലാവുമ്പോൾ കൂടുതൽ ഓയിൽ ലീക്ക് വന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. എസ്റ്റിമേറ്റ് ഞാൻ അതുകൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ, ചോക്ക് കേബിൾ, 2 കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നിലവിൽ കസ്റ്റമർ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല. കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വരുന്നതല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ്. പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും കാർബേറ്റർ നമുക്ക് അഴിക്കേണ്ടതായിട്ടില്ല. തന്നെയല്ല, തക്കതായൊരു കാരണമില്ലാണ്ട് കാർബേറ്റർ ഇനി നമ്മൾ അഴിക്കുകയും ചെയ്യരുത്. കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് E20 പെട്രോളാണ്. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒട്ടുമിക്ക വണ്ടികൾക്കും ഉണ്ട്. ചിലപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ മാക്സിമം അതേ രീതിയിൽ തന്നെ കൊണ്ടുനടക്കുക. എന്തെങ്കിലും തക്കതായ ലക്ഷണം ഇല്ലാതെ കൊണ്ട് കാർബേറ്റർ നമ്മൾ അഴിക്കുകയും ചെയ്യരുത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ഉണ്ട്. ഗ്രീൻ ബുഷ് അത്യാവശ്യം ഓവലായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചാട്ടം ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് വീൽ ബെയറിങ് ചെക്ക് ചെയ്തു. അതേപോലെ ബ്രേക്ക് ഷൂ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. അടുത്ത സർവീസിൽ മിക്കവാറും ബ്രേക്ക് ലൈനർ കൂടി മാറ്റേണ്ടതായിട്ട് വരും. വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് ഫ്രണ്ട് ടയറൊക്കെ നോക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല ടയറാണ്. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2024 മോഡൽ ബാറ്ററിയാണ്. ഞാൻ എൻ്റെ വോൾട്ടൊക്കെ നോക്കി 13.17 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 9.15. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗ് ഒരല്പം ത്രെഡ് ടൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടൈം എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ നമുക്ക് പ്ലഗ് കൂടി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. സെക്കൻഡറി ഫിൽറ്ററും നമുക്കിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ ചേഞ്ചും കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ബോൾട്ട് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആക്കുമ്പോൾ വിളിച്ചോളാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് വാട്സാപ്പിൽ റിപ്ലൈ ചെയ്തോ.